നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ മസ്റ്ററിംഗ് തീയതി ആയിട്ടില്ല. ഒരുപാട് ആളുകൾ മസ്റ്ററിംഗ് ആയി എന്ന ധാരണയിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട്. മഴക്കാലമാണ്. ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് പ്രായമായവർ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ അറിയിപ്പ്. മസ്റ്ററിങ്ങിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ പക്കൽ നിന്നും ഔദ്യോഗിക അറിയിപ്പുകൾ വന്നിട്ടില്ല. പുതിയ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഉത്തരവുകൾ വരാൻ ചിലപ്പോൾ താമസം നേരിട്ടേക്കാം. ചിലപ്പോൾ മസ്റ്ററിങ്ങിൽ ഇളവുകൾ ഉണ്ടായേക്കാം. അതായത് മസ്റ്ററിങ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ തീയതി പിന്നീട് പരിഗണിക്കാം എന്ന രീതിയിലൊക്കെ ആയിരിക്കും സർക്കാരിൻ്റെ തീരുമാനം. ഇതിനെ സംബന്ധിച്ച് നിലവിൽ അറിയിപ്പുകളൊന്നും വരാത്ത സ്ഥിതിക്ക് ഓൺലൈൻ സർവീസ് സെൻ്ററിലേക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ മസ്റ്ററിങ് ആരംഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് ഈ രീതിയിൽ സംശയമുണ്ടായത്. ഈ പ്രാവശ്യവും മസ്റ്ററിങ് ഈ സമയത്ത് തുടങ്ങി കാണും എന്ന രീതിയിൽ. അപ്പോൾ കൃത്യമായിട്ട് ഔദ്യോഗിക അറിയിപ്പുകൾ സർക്കാരിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോയിലൂടെ അറിയിക്കാം. ആ സമയത്ത് മാത്രം ചെയ്താൽ മതിയാകും. ഇനി ചില സമൂഹ മാധ്യമങ്ങളിൽ 2 മാസത്തെ പെൻഷൻ 4000 രൂപ എത്തുന്നു എന്ന തരത്തിലൊക്കെ അറിയിപ്പുകൾ വരുന്നുണ്ട്. അങ്ങനെ യാതൊരുവിധ ക്രമീകരണവും സർക്കാർ ചെയ്തിട്ടില്ല. നിലവിൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓരോ ഗഡുക്കൾ, അതായത് ഓരോ മാസവും ലഭിക്കേണ്ട 2000 രൂപ തന്നെയാണ് നിലവിൽ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. പെൻഷൻ വർധനവ് സർക്കാർ വളരെ വേഗം പരിഗണിക്കും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ തീയതികൾ പക്ഷേ അറിയിച്ചിട്ടില്ല. 6 മാസത്തിനുള്ളിലൊക്കെ പരിഗണിക്കാമെന്നാണ് മുൻപ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 2000 രൂപ ലഭിക്കുന്നത് എല്ലാ മാസത്തിൻ്റെയും അവസാന ആഴ്ചകളിലായിരിക്കും ലഭിക്കുക. അത് സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ കിട്ടുകയും ചെയ്യും. എന്നാൽ അടുത്ത മാസം ഓണമാണ്, 2 ഗഡുക്കൾ ഇപ്പോൾ മുൻകൂറായിട്ട് ലഭിക്കും എന്ന തരത്തിലൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. അത്തരം വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ കർഷകർ കാത്തിരുന്ന വമ്പൻ അവസരങ്ങളാണ് വരുന്നത്. ഒന്ന്, കാർഷിക വിളകളെ സംബന്ധിച്ചിടത്തോളം അത് ഇൻഷുർ ചെയ്യുന്നതിനുള്ള അവസരം ഇപ്പോഴുണ്ട്. ഈ മാസം 31-ാം തീയതിക്ക് മുൻപൊക്കെ തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടി കർഷകരെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൺലൈൻ സർവീസ് സെൻ്ററുകളുമായി ബന്ധപ്പെട്ടാൽ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കും. ഇനി കർഷകർക്ക് സബ്സിഡി നിരക്കിൽ കാർഷിക ഉപകരണങ്ങൾ ലഭിക്കുന്ന പദ്ധതി അത് 15-ാം തീയതിയോടെ ജൂലൈ 15-ന് തുടക്കം കുറിക്കുകയാണ്. 11 മണി മുതൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. ആദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് മുൻഗണനയും ഉണ്ടായിരിക്കും. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് എല്ലാ സഹായ ഉപകരണങ്ങൾക്കും പരമാവധി 40 മുതൽ 50% വരെ വ്യക്തിഗത സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, കാർഷിക സംഘങ്ങൾക്കാണെങ്കിൽ 80% വരെയൊക്കെ ലഭിക്കുന്ന സ്കീമുകൾ വരെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആനുകൂല്യം തീർച്ചയായിട്ടും എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. കാർഷിക യന്ത്രവൽക്കരണ ഉപപദ്ധതി ഏറ്റവും വലിയ നേട്ടങ്ങൾ നൽകുന്ന ഒരു സ്കീം കൂടിയാണ്. ജൂലൈ മാസം 15-ാം തീയതി മുതൽ അപേക്ഷകൾ നൽകാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഈ കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായിട്ട് ആ സ്ഥാപനം വഴി തന്നെ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യാം. ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് കണ്ടെത്തി, അതായത് കാർഷിക ഉപകരണങ്ങൾ കണ്ടെത്തി അതിൻ്റെ വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് നേർപകുതി വിലയിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ള സംവിധാനം. ചിലപ്പോൾ മുഴുവൻ തുക നമ്മൾ അടയ്ക്കുന്ന രീതിയായിരിക്കും. ബാക്കി തുക, അതായത് നമുക്ക് 50% സബ്സിഡി ഗുണഭോക്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന രീതിയായിരിക്കും. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള സംശയ നിവാരണങ്ങൾ ഉൾപ്പെടെ ഈ സമയത്ത് നമുക്ക് വരുത്തുകയും ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് വിവിധ തരത്തിലുള്ള സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ട്. വിവിധ വിഭാഗങ്ങളിലായിട്ട് വ്യത്യസ്ത തരം സ്കോളർഷിപ്പുകൾ സർക്കാർ നടത്താറുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ. പക്ഷേ ഇത്തരം സ്കോളർഷിപ്പ് ആനുകൂല്യമെല്ലാം മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഇപ്പോൾ ഇലക്ട്രോണിക് KYC പോലുള്ള വിവിധ കാര്യങ്ങളുണ്ട്. ആധാർ അധിഷ്ഠിത KYC ആണ് നിർബന്ധമാകുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്തിരിക്കണം. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അതുൾപ്പെടെ നമ്മളുടെ ഈ സ്കോളർഷിപ്പിനെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്ത് ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് ആണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് അങ്ങനെ പല കാര്യങ്ങൾ ഈ രീതിയിൽ പരിശോധിച്ച് വേണം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ആധാർ അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ഇനി ആധാറിൽ ബയോമെട്രിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലർക്ക് നിർബന്ധമാണ്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക്. അത് കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ച് ആധാർ ആ രീതിയിൽ ബയോമെട്രിക് അപ്ഡേഷൻ കൂടി ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.